അനുവിനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് കണ്ടന്റായി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അനുമോൾ നിൽക്കുന്നത് കുശുമ്പും കുന്നായ്മയും ദേഷ്യം വാശി വൃത്തിയുടെ സ്വഭാവം എല്ലാ ക്യാരക്ടറും അനുമോൾക്ക് ഉണ്ടെന്ന് പറയേണ്ടി വരും. എനിക്ക് അനുമോൾ ഫേക്ക് ആണെന്ന് തോന്നുന്നില്ല. കാരണം മറ്റൊന്നല്ല, അങ്ങനെ ഫേക്ക് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്നാൽ ആ ടോപ്പ് 5 എത്തുന്നത് മാത്രമല്ല, ഇനി വേണമെങ്കിൽ അനുമോൾക്ക് കപ്പ് വേണമെങ്കിൽ എടുക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വരും. അത് അവിടെയുള്ള എന്റെ ശൈത്യ ചതിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഞാൻ ക്ഷമിക്കൂല, എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഈ ഡയലോഗ് അല്ലാതെ രേണു സുധിക്ക് മറ്റൊരു കണ്ടന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. രേണുവിന്റെ സ്ട്രാറ്റജി പൊളിച്ച് കയ്യിൽ കൊടുത്തു ലാലേട്ടൻ. ഇവിടെ അനുമോൾ ഇനി ബിഗ് ബോസ് വീട് നയിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അനുമോളെ കൂടെ നിന്ന് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ശൈത്യ. അപ്പൊ ഇക്കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് അവിടെ അനുമോളെ പൊളിച്ചെടുക്കുന്ന സീനാണ് നമ്മൾ കണ്ടത്. അനുമോളെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം റോസ്റ്റ് ഒന്നുമില്ല. പ്രേക്ഷകർ കാത്തിരുന്ന ഒരു റോസ്റ്റ് തന്നെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലും കൂടെ നമ്മൾ അവിടെ മറ്റൊരാളെ കൂടി റോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ജിസേലിനെ. പക്ഷെ ജിസേലിനെ ലാലേട്ടൻ അവിടെ തഴുകി തലോടി ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി ശരിയാവില്ലേട്ട മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തലോടൽ മാത്രമാണ് ജിസേലിന് അവിടെ കിട്ടിയത്. കൂടുതലൊന്നും ആ ജിസേലിന്റെ അടുത്ത് അവിടെ സംഭവിച്ചില്ല. എന്നാൽ അനുമോളിങ്ങനെ വറുത്ത് കോരി പൊരിച്ചങ്ങ് എടുത്തു വെച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും അങ്ങ് തിന്നാനായിട്ട് കൊടുക്കുന്ന പരുവത്തിലാക്കിയിട്ടുണ്ട് അനുവിനെ. അപ്പോ അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അനുവിനെയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട് കണ്ടന്റായി എടുത്തിരിക്കുന്നത്. ഇനി അനുവിനെ വെച്ച് മുന്നോട്ട് പോകാനാണ് പ്ലാൻ, ബിഗ് ബോസിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. ആ പ്ലാൻ വർക്കൗട്ട് ആകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഇപ്പോൾ അനുമോൾക്ക് എതിരെ തിരിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. അനുമോൾ അവിടെ പറഞ്ഞ മുണ്ണകൾ എന്നുള്ള വാക്കും ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് എന്നുള്ള വാക്കും എല്ലാം കൊണ്ടും കുറെ പേര് അവിടെ അനുമോൾക്ക് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അനുമോളിനെ ഇനി കിട്ടുന്ന അവസരത്തിലെല്ലാം അവർ വറുത്തു കോരാനുള്ള ചാൻസ് ആണ് അവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനു അവിടെ കോർണർ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇനി അവിടെയുള്ള കളിക്കാർക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാം, ഇവിടെ അങ്ങനെ സംഭവിക്കാതെ അനുവിനെ കൂടുതൽ സ്പേസ് കൊടുക്കാതെ നമ്മൾ അങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ നോക്കണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് അവർക്ക് ഗെയിം കളിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം അവിടെ അക്ബറിനെയും അപ്പാനിക്കും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്കറിയാം, എപ്പിസോഡ് കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ അക്ബറും അപ്പാനിയും ഒക്കെ ഇരുന്നിട്ട് അനുമോളെ കുറിച്ചും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ അനുമോളെ അങ്ങനെ വെറുതെ വിടാനുള്ള ചാൻസ് ഒന്നുമില്ല. അവര് അനുമോൾക്കെതിരെ ഗെയിം കളിക്കണം എന്നുള്ള ലെവൽ തന്നെയാണ്. പക്ഷെ എതിരെ അവിടെ ഗെയിം കളിക്കുന്ന സമയത്ത് അനുമോൾക്ക് കൂടുതൽ സ്പേസും കണ്ടന്റാണ് അവർ കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഗ്രാഫിനേക്കാൾ മുകളിലേക്ക് തന്നെയായിരിക്കും അനുവിന്റെ ഗ്രാഫ് ഉയരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ അനുമോൾക്ക് ഒരുപോലെ തന്നെ ഹേറ്റേഴ്സും ഉണ്ട്, സപ്പോർട്ടേഴ്സും ഉണ്ട്. ആ ഹേറ്റേഴ്സിനെ കൂടി അനുമോളുടെ അടുത്തേക്ക് എത്തിക്കുന്ന പരിപാടിയാവും. അവരിനി കൂടുതൽ അനുവിന്റെ അടുത്ത് ചൊറിഞ്ഞാൽ എന്ന് പറയേണ്ടി വരും. അനുമോൾ എന്ന് പറയുന്നത് ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരാളായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി വന്നത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അനുമോൾ നിൽക്കുന്നത് കുശുമ്പും കുന്നായ്മയും ദേഷ്യവും വാശി വൃത്തികെട്ട സ്വഭാവം എല്ലാ ക്യാരക്ടറും അനുമോൾക്ക് ഉണ്ടെന്ന് പറയേണ്ടി വരും. അല്ല, കുറേ പേര് പറയുന്നുണ്ട് അനുമോൾ പക്കാ ഫേക്കാണെന്ന്. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് പേഴ്സണലി നിലവിൽ ഇതുവരെ എനിക്ക് അനുമോള് ഫേക്ക് ആണെന്ന് തോന്നുന്നില്ല. കാരണം മറ്റൊന്നല്ല, അങ്ങനെ ഫേക്ക് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒരുപോലെ നിർത്തി സ്നേഹിക്കാനും കൊഞ്ചിക്കാനും അതുപോലെ തന്നെ ക്യൂട്ട്നെസ് വാരി വിതറിയിട്ട് അവിടെ നടക്കാനും ലാലേട്ടൻ്റെ അടുത്ത് കൊഞ്ചിക്കാനും ഒക്കെ നിൽക്കണമായിരുന്നു. പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് അനുമോളുടെ എല്ലാവിധ ക്യാരക്ടറും ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു. കുശുമ്പ് കാണിക്കുന്നുണ്ട്, ഉന്നായ്മയും എല്ലാം കാണിക്കുന്നുണ്ട്. അവിടെ ചീത്ത വിളിക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തരവും. അപ്പൊ അങ്ങനെ നല്ലവളായിട്ട് നിൽക്കാനുള്ള ചാൻസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഈ വക ക്യാരക്ടറൊന്നും പുറത്തെടുക്കേണ്ട ആവശ്യകതയില്ല. അനുമോൾ ഫേക്ക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പൊ എനിക്ക് തോന്നുന്നു റിയൽ ആയിട്ടാണ് നിൽക്കുന്നത് അനുമോൾ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അവിടെ എല്ലാവരും കൂടി ഇനി അനുമോളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇനി മുന്നോട്ട് പോകുന്നത് അനുമോൾ എന്ന വ്യക്തിയെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും. അനുമോൾക്ക് ടോപ്പ് 5 വരാനുള്ള ചാൻസ് ആവും. പിന്നെ ആ കോർണറിൽ ചെയ്യപ്പെടുകയും അനുമോളെ ബേസ് ചെയ്ത് കളി മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ടോപ്പ് 5 എത്തുന്നത് മാത്രമല്ല, ഇനി വേണമെങ്കിൽ അനുമോൾക്ക് കപ്പ് വേണമെങ്കിൽ എടുക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വരും. അത് അവിടെയുള്ള ഗെയിമേഴ്സ്, അവിടെ ബാക്കിയുള്ളവരുടെ കയ്യിലാണ് ആ കാര്യങ്ങൾ മൊത്തം ഇരിക്കുന്നത്. അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അനുമോളുടെ ഗെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ അനുമോൾ എല്ലാവരും കൂടി അവിടെ വിഷമിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിച്ചത്. നിലവിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശൈത്യം അവിടെ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അനുമോൾ അവിടെ തീർച്ചയായും ഒറ്റപ്പെടും. അപ്പൊ എല്ലാവരും കൂടി കൂട്ടമായിട്ട് അറ്റാക്ക് ചെയ്യുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അനുമോൾക്ക് കൂടുതൽ സ്പേസ് കിട്ടുന്നതോടൊപ്പം തന്നെ ഇവിടെ അനുമോൾക്ക് ആരും ഇല്ലാതാവും കൂട്ട്. അതുകൊണ്ട് ശൈത്യം പോകാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു.
ചുമ്മാ എന്താണ് അവിടെ ഗെയിം വരുന്നത്, എന്താണ് അവിടെ കളി വരുന്നതെന്ന് കാണാനായിട്ട്. പക്ഷേ അവിടെ ലാലേട്ടൻ ശൈത്യനെ പുറത്ത് വിട്ടില്ല. എനിക്ക് തോന്നുന്നു ജിസേലിനെയാണോ ശൈത്യക്കാണോ വോട്ട് കുറവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ഒരു പക്ഷേ ജിസേലിനെ ആയിരിക്കാം. രണ്ടുപേരും എന്തായാലും ലാലേട്ടൻ അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടെ നിന്ന് ശൈത്യ ചതിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കൂടെ നിന്ന് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും അനുവിന്റെ കുറ്റങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അനുവിന്റെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് പറയുന്നുണ്ട്, അനുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ, നിങ്ങളുടെ അടുത്ത് അനു ചെയ്തത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലാഭവൻ സരികയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ആ വീഡിയോയിൽ കാണിച്ചത് ജിസേൽ ചോദിക്കുന്നുണ്ട്, ആ വീഡിയോയിൽ എന്റെ ബോയ് ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചില്ലേ, അപ്പൊ നിങ്ങളെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു എന്ന് ജിസേൽ ചോദിക്കുന്ന സമയത്ത് ശൈത്യ അവിടെ കൈയൊഴിഞ്ഞു. ഞാൻ അവിടെ അപ്പുറപ്പുറം തിരിഞ്ഞിട്ടിരിക്കായിരുന്നില്ല. അവള് പറയുന്ന സമയത്ത് ഞാൻ ആ ക്യാമറയിൽ ഉണ്ടായിപ്പോയി, അത്രേ ഉള്ളൂ എന്ന്. അത് മാത്രല്ല എന്നുള്ളത് പ്രേക്ഷകർ കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം ശൈത്യ അവിടെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുമോളുടെ ഒപ്പം ഇരുന്നിട്ട് പലതും പറയുന്നുണ്ടായിരുന്നു. അവിടെ അനുമോൾ പറയുന്നതിനൊപ്പം തന്നെ ഡയലോഗ് പറഞ്ഞ ഒരാളാണ് ശൈത്യ എന്ന് പറയുന്നത്. പെണ്ണിന്റെ ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ, ജിസേലിന്റെ ഡ്രസ്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവർ ജിസേലിന്റെ പെട്ടി വരുന്നത് സന്തോഷം, ജിസേലിന് ബാൻഡ് കിട്ടുന്നത് സന്തോഷം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അവിടെ ശൈത്യ. എന്നിട്ട് അവിടെ അനുമോൾക്കിട്ട് പാര പണിതിട്ട് ശൈത്യ കാല് മറന്ന ശൈത്യനാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ എന്തെങ്കിലും ശൈത്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അനുമോൾക്ക് പുറത്ത് പക്ക നെഗറ്റീവ് ആണെങ്കിൽ പോലും കൂടെ നിന്ന് ചതിക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അതിനെ ജനങ്ങൾ ആരും പ്രോത്സാഹിപ്പിക്കില്ല. ശൈത്യക്ക് ഓൾറെഡി വോട്ട് കുറവാണ്. അപ്പൊ ഈ പണിയാണ് ശൈത്യ ഈ ഒരാഴ്ച തുടരുന്നുണ്ടെങ്കിൽ ശൈത്യ അടുത്ത വീക്ക് ഇങ്ങനെ തൂക്കിയെടുത്ത് ജനങ്ങൾ പുറത്തു കളയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരു കാര്യമാണ് അനുമോളുടെ കാര്യത്തിൽ തോന്നിയത്. പിന്നെ നമ്മുടെ രേണു സുധീനെ ലാലേട്ടൻ അങ്ങ് ആ സ്ട്രാറ്റജി അങ്ങ് വലിച്ചു കയറി അങ്ങ് ലാലേട്ടൻ ഒട്ടിച്ച് അതങ്ങ് കളഞ്ഞു. അപ്പൊ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചയായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് സെപ്റ്റി ടാങ്ക് ആണ്. വേറെ ഒരു കണ്ടന്റും രേണുസുതിക്ക് അവിടെ കൊടുക്കാനായിട്ട് ഇതുവരെ നിലവിൽ സാധിച്ചിട്ടില്ല. ക്യാമറയുടെ മുന്നേ പോയി നിന്ന് ഞാൻ ക്ഷമിക്കൂല, എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല, ഈ ഡയലോഗ് അല്ലാതെ രേണുസുതിക്ക് മറ്റൊരു കണ്ടന്റ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ലാലേട്ടൻ ഇന്ന് വന്ന സമയത്ത് ചോദിച്ചു, രേണു അത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ചോദിച്ചപ്പോ എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ അവിടെ പറഞ്ഞു ക്ഷമിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സാണ്, അതിനുള്ള കഴിവുണ്ടാവുക എന്നൊക്കെ ഡയലോഗ് ഇട്ടു. പിന്നെ മറ്റൊരാൾ പറഞ്ഞിട്ടാണ് രേണു അത് ക്ഷമിക്കാത്തത്, അതായത് ശാരിക പറഞ്ഞിട്ടാണ് എന്നൊരു കാര്യവും ക്ലൂവും അവിടെ ലാലേട്ടൻ പറഞ്ഞോടുകൂടി പിന്നെ രേണുവിനെ അവിടെ പറയാനായിട്ട് ഒന്നുമില്ല. ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഇനിയും ഞാൻ ക്ഷമിക്കില്ല ലാലേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി മൊത്തം മാറും. ലാലേട്ടന് നല്ല ദേഷ്യം വരുന്ന മനസ്സിലാക്കിയ വഴിക്ക് അവിടെ രേണു സുധീച്ചു എന്റെ മനസ്സിൽ തൊട്ട് പറയാണ് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ കാര്യം അങ്ങ് ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തു. ലാലേട്ടനും ക്ലോസ് ചെയ്തു. ഇനി രേണു സുധിക്ക് ഞാൻ ക്ഷമിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വരാനുള്ള ചാൻസ് അങ്ങ് ലാലേട്ടൻ ഇല്ലാതാക്കി. ഇനിയെങ്കിലും രേണു സുധി മര്യാദയ്ക്ക് കളിച്ചാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം രേണുസുധീനെ സംരക്ഷിച്ചുകൊണ്ടാണ് അവിടെ ബിഗ് ബോസ് മറ്റൊരാളെ പുറത്തേക്ക് വിട്ടത്, ആർജെനെ പുറത്തേക്ക് വിട്ടത്, ആർജെ ബിൻസിനെ. അവിടെ രേണുസുധിയെ സംരക്ഷിച്ചുകൊണ്ടാണ് ആർജെ ബിൻസിയെ പുറത്താക്കിയത്. എന്തുകൊണ്ട് രേണുസുധീനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ആർജെ ബിൻസി. ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്നൊരു പറയുന്ന ഒരു സംഭവം അവിടെ വെച്ചുകൊണ്ട് കുറച്ചു പേരവിടെ ബിഗ് ബോസ് പ്രൊട്ടക്ട് ചെയ്തു. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് വീക്കിൽ അവരെ പുറത്താക്കുമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലുള്ളവർ അവരെ പുറത്താക്കുമെന്നാണ് ചിന്തിക്കുന്നത്. വെറുതെ അവരെ സസ്പെൻഡ് ചെയ്ത് 2 ദിവസത്തേക്ക് മാറ്റി നിർത്താനായിട്ട് എന്ത് കാര്യം, എന്തിനാണ് അവർ തിരിച്ചു കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒനീലിനെ ആണെങ്കിലും ഇപ്പൊ സരികനെ ആണെങ്കിലും എന്തിനാണ് തിരിച്ചു, അവരെ കൊണ്ടും എന്തുകൊണ്ടും ഭേദമായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ആർജെ ബിൻസി. ആർജെ ബിൻസിനെ നല്ലൊരു മത്സരാർത്ഥിയെ പുറത്താക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒന്നും കളിക്കാത്തവരെ പിടിച്ചു നിർത്തുകയും പോയവരെ തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പൊ രേണുസുധിക്ക് ഇനി മറ്റൊരു കണ്ടന്റ് ഇല്ല. ഇനിയിപ്പോ ആ ക്ലോസറ്റ് എന്നും പറഞ്ഞിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല, അത് അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ലാലേട്ടൻ. ഇനി രേണുസുധി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ രേണുസുധിക്ക് പുറത്തേക്കുള്ള വഴി എന്തായാലും ലാലേട്ടൻ തുറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയിപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ പ്രൊമോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അനു തന്നെയാണ് വീണ്ടും കണ്ടന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. രണ ഫാത്തിമയായിട്ട് ഉഗ്രം വഴക്ക് നടക്കുന്നുണ്ട് കിച്ചണിൽ വെച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി അനുവിന്റെ കണ്ടന്റ് ആയിരിക്കും കൂടുതൽ വരുന്നത് എന്നുള്ളത്. അവിടെ അനുവിന്റെ അടുത്ത് മാത്രമല്ല പനിശരത്തിനും അക്ബറിനെയും കലിപ്പ് വന്നിട്ടുള്ളത് അനീഷിന്റെ അടുത്ത് ഓൾറെഡി അവർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ അത് ഷാനവാസിന്റെ അടുത്തും കലിപ്പ് വന്നിട്ടുണ്ട്. കാരണം ലാലേട്ടൻ ഷാനവാസിനെ കുറച്ച് പൊക്കി പറഞ്ഞിരുന്നു. അപ്പൊ അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ അപ്പാനിക്ക് അറിയാലോ, ഈ സ്ഥാനാണ് അവിടുത്തെ വലിയ ആളെന്നുള്ള ഒരു നിലപാടിലാണ് അപ്പാനി അവിടെ നിൽക്കുന്നത്. ആ ഒരു സ്ഥാനം കിട്ടാത്തതിന്റെ വിഷമം അപ്പാനിക്ക് നന്നായിട്ടുണ്ട്. വെറുതെ അവിടെ അനീഷിനെ ചൊറിഞ്ഞതുകൊണ്ട് അനുമോളെ ചൊറിഞ്ഞുകൊണ്ട് മാത്രം നമുക്ക് ഒരാൾക്ക് ആ സ്ഥാനം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അനീഷ് അവിടെ എല്ലാവർക്കെതിരെ കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അനീഷിനെ അപ്പാനിയേക്കാളും പേര് കിട്ടിയിട്ടുള്ളത്. അപ്പാനി എല്ലാവരുമായിട്ട് കളിക്കട്ടെ, ലാലേട്ട അതിനുള്ള ക്ലൂ കൊടുക്കുകയും ചെയ്തു. ഇനി അനീഷിന്റെ പുറകെ നടന്ന് ചൊറിയാതെ എല്ലാവരൊപ്പം ഗെയിം കളിക്കൂ എന്നൊരു ക്ലൂ അപ്പാനിക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് അപ്പാനി അവിടെ
അവിടെ ഗെയിം കളിച്ചാൽ അപ്പാനിക്ക് കൊള്ളാം. അവിടെ സ്റ്റാർ കുത്തുന്നുണ്ടോ എന്നിങ്ങനെ എത്തിച്ച് നോക്കി കുറെ ഇരുന്ന് അപ്പാനി. അങ്ങനെ ഒരാളാണ് കുത്തിയത്. എന്നിട്ട് അപ്പാനി പോയിട്ട് അക്ബർക്ക് ഇട്ട് സ്റ്റാർ വെച്ചു കൊടുത്തു. എന്നാൽ തിരിച്ചൊരു സ്റ്റാർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അക്ബർ കുത്തുമെന്ന് നോക്കിയിരുന്നപ്പോ അതും കിട്ടിയില്ല, പാവം. അപ്പൊ അങ്ങനെ ഒരു ചമ്മിയ മുഖമായിരുന്നു അപ്പാനിക്ക് അവിടെ ഉണ്ടായിരുന്നത്. അപ്പാനിക്ക് ഈ പറഞ്ഞ പോലെ അക്ബർ പറയുന്നത് എന്താണോ അതാണ് അവിടുത്തെ നിയമം. അപ്പൊ ആ ലെവലിൽ അപ്പാനി മുന്നോട്ട് പോയിട്ട് അവിടെ യാതൊരു കാര്യമില്ല. ഇതിനൊക്കെയുള്ള ക്ലൂകളൊക്കെ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വീക്കെൻഡ് എപ്പിസോഡ് മഹാബോറായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. അത്ര നല്ലൊരു എപ്പിസോഡൊന്നും ആയിരുന്നില്ല. ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഇതൊന്നല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. നല്ലൊരു രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുന്തവും വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് കാണാൻ സാധിച്ചില്ല. ലാലേട്ടൻ വന്ന് ചിരിച്ച് കളിച്ച് ആണോ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണല്ലോ, സുന്ദരികളായിട്ടുണ്ടല്ലോ, സുന്ദരന്മാരായിട്ടുണ്ടല്ലോ, ഇതൊക്കെ തന്നെയായിരുന്നു ഡയലോഗ്. കൂടുതലൊന്നും ഉണ്ടായിരുന്നില്ല. നിലവിൽ കൂടുതൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനി എന്തായാലും അനുമോളെ ബേസ് ചെയ്തുകൊണ്ട്, ഷാനവാസിനെ ബേസ് ചെയ്തുകൊണ്ട്, അനീഷിനെ ബേസ് ചെയ്തുകൊണ്ട് ഒക്കെ തന്നെയാണ് അവിടുത്തെ ഗെയിം മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. പിന്നെ ജിസേലിന്റെ പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറച്ച് പേരുടെ എന്തായാലും ഉണ്ട്. ജിസേലും അവിടെ മുന്നോട്ട് നിൽക്കും. ഇവരെ ബേസ് ചെയ്തുകൊണ്ട് ഇനി ബിഗ് ബോസ് മുന്നോട്ട് പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് നിലവില്. ഇനി എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും.